ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ഡാം കാണുവാനാണ്. ഇപ്പോൾ നിർമ്മൽ ജില്ലയിലാണ് ആ ഡാം സ്ഥിതി ചെയ്യുന്നത്. സോ ആ ഡാം കാണുവാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഏകദേശം ഒരു 27 കിലോമീറ്റർ അകലെയാണ് ഈ ഡാം. സോ നമുക്ക് ആ ഡാം ഉടനെ കണ്ടിട്ട് വരാം. പോകുന്ന വഴിക്ക് ഞാനൊരു പശുവിനെ കണ്ടപ്പോൾ പശുവിൻ്റെ അടുത്ത് കറുത്ത കൊക്കുകൾ നിൽക്കുന്നുണ്ട്. കറുത്ത കളറ്, വെളുത്തൊരു കൊക്കിൻ്റെ പുറകിലായിട്ട് തന്നെ ഒരു കറുത്ത കൊക്ക് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതെനിക്ക് കണ്ടിട്ട് എന്ത് പക്ഷിയാണെന്ന് എനിക്കറിയത്തില്ല. ഇനി കറുത്ത കൊക്കാണോ അതോ വേറെ വല്ലതും എന്താണോ എന്നറിയാൻ വേണ്ടി ഒരു ഡൗട്ട് അടിച്ചു. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അത് കറുത്ത ബ്ലാക്ക് കളറുള്ള കൊക്ക് തന്നെയാണ്. അത് കണ്ടിട്ട് ഞാൻ നേരെ വേണ്ടി യാത്ര തുടർന്നു. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായി. ഇവിടുന്ന് അധികം ദൂരമില്ല. പെട്ടെന്ന് തന്നെ 27 കിലോമീറ്ററൊക്കെ പെട്ടെന്ന് തന്നെ വണ്ടി ഓടിയെത്തും. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന വഴിയാണല്ലോ. അങ്ങനെ വളവും പൊളവും ഒന്നും ഇല്ലാത്ത വഴിയാണ്. നീണ്ടു നിവർന്ന് നെൽപ്പാടങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിന്നെ അധികം വെയിലുണ്ട്, പക്ഷേ അത്ര ചൂടില്ല. സമ്മർ സീസണിലൊക്കെ നല്ല ചൂടാണ്. 2 സൈഡിലും നല്ല തണൽ മരങ്ങളുണ്ട്. തണൽ മരങ്ങൾ മെയിനായിട്ടും ആൽമരങ്ങളും അതുപോലെ തന്നെ ആര്യവേപ്പിൻ്റെ മരങ്ങളൊക്കെയാണ്. വർഷങ്ങളായിട്ട് നിലകൊള്ളുന്ന മരങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കും ഇതൊക്കെ വളരെ വളരെ യൂസ്ഫുള്ളാണ് സമ്മർ സീസണിൽ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്നൊരു അവിടെ ഒരു ബൈക്ക് ആക്സിഡൻ്റായിട്ട് കിടക്കുന്നത് കണ്ടു. എന്താണെന്ന് നോക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചു നോക്കിയപ്പോൾ ഈ ബൈക്ക് വേറെ ഏതോ ഒരു ഓട്ടോറിക്ഷയാണെന്ന് തോന്നുന്നു, അതോ കാറാണെന്നറിയത്തില്ല, അതുമായിട്ട് കൂട്ടിയിടിച്ചതാണ്. ആൾക്കാർക്ക് എന്തോ പറ്റിയെന്നറിയത്തില്ല. എനിക്ക് വാഹനത്തിനധികം പറ്റിയായിട്ട് തോന്നില്ല, പക്ഷേ വാഹനത്തിന് അധികം പറ്റിയിട്ടില്ലെങ്കിൽ ആളുകൾ സഞ്ചരിക്കുന്ന ആളിന് കൂടുതൽ പറ്റാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പല ആൾക്കാരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വന്നപ്പോൾ സൈഡിൽ കുരങ്ങന്മാരിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സൈഡിൽ വെള്ളം, ചെറിയ തടാകമാണ്. ഇവിടെ കുരങ്ങന്മാർ വഴി വന്നിങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴിയെ പോകുന്ന ആളുകൾക്ക് ഭക്ഷണം എന്തെങ്കിലും കൊടുക്കും. ഭക്ഷണം ഇട്ട് കൊടുക്കും. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഈ വഴി സൈഡിൽ വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും നല്ലൊരു കാടാണ്. ഈ ഫോറസ്റ്റ് ക്രോസ് ചെയ്ത് പോകണം. നല്ല തണുപ്പാണ് ശരിക്കും. ഇപ്പോൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ ഒരു സ്റ്റാച്യു ഉണ്ട്, മരം വെട്ടരുതെന്ന് കാണിക്കുന്ന ഒരു പ്രതീകം കാണിക്കുന്ന ഒരു സ്റ്റാച്യു. ബൈക്ക് സ്ലോ ചെയ്യുമ്പം, വാഹനങ്ങളൊക്കെ സ്ലോ ചെയ്യുമ്പോൾ കുരങ്ങന്മാർ പുറകെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഫുഡ് അവർക്ക് കിട്ടും എന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്. ശരിക്കും തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ് ഇവിടെ. നല്ല പച്ചപ്പ് കാണാൻ സാധിക്കും. മെയിനായിട്ടും നമുക്ക് നല്ല കൂളാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ എന്നാ കൂളാണെന്നറിയാം. നമ്മൾ സിക്കകത്തിരിക്കുന്ന അതേ നാച്ചുറലായിട്ട് കൂളും നല്ല ഫ്രഷ് എയറുമാണ്. ശരിക്കും നല്ലൊരു യാത്ര. നമുക്കറിയാം, യാത്ര വനത്തിലൂടെ ചെയ്യുന്നവർക്ക് അവർക്കറിയാം നല്ലപോലെ നല്ല കൂളാണ്. പിന്നെ ഉണ്ട് ഇവിടെ ഐ ലവ് കൗവാൽ ടൈഗർ റിസർവ്. ഇവിടെ ടൈഗറുള്ള ഏരിയ ആണ്. ടൈഗറൊക്കെ ഈ പ്രദേശത്തുണ്ട്. നമ്മൾ രാത്രിയിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ടൈഗർ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂട്ടമായിട്ട് പോകണം. ഇപ്പോൾ കണ്ടത് ഒരു ആടുകളെ മേയിച്ചുകൊണ്ട് വന്നതാണ്. ആട്ടിടിയന്മാരാണ് ഇവിടെ ആടുകളെ മേയിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ അത് കടന്ന് ആ ഫോറസ്റ്റ് കാടുകളും കടന്ന് പുറത്ത് ഞാൻ വേറൊരു വില്ലേജിലെത്തി. ഈ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഡാമിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന 2ാമത്തെ വില്ലേജാണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റിന് എന്തെങ്കിലും സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. ലോറിയും അതുപോലെ മറ്റു വാഹനങ്ങളൊക്കെ, വലിയ വാഹനങ്ങൾ പോകുമ്പം മാത്രമാണ്. ബൈക്കിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലംസുകളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. വീണ്ടും നമ്മൾ യാത്ര ഏകദേശം ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡാം, ഇവിടെ തന്നെ അകലെയും തന്നെ ഡാം കാണാൻ സാധിക്കും. ഞാനത് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കാണിക്കാം. ഈ വഴി ഡാമിൽ നിന്ന് കറക്റ്റായിട്ട് വെള്ളം ഒഴുകി വരുന്നതിൻ്റെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഈ വഴിയെല്ലാം ടോട്ടൽ കൊളാപ്സായി അപ്രൂട്ട് ചെയ്തു. പിന്നീട് മണ്ണൊക്കെ എടുത്തിട്ട് ടാർ ചെയ്ത് ലെവലാക്കിയതാണ്. ഈ ബ്രിഡ്ജ് മാത്രം ബ്രിട്ടീഷുകാരുടെ സമയത്തുണ്ടാക്കിയ ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. ആ ബ്രിഡ്ജ് മാത്രം ഇങ്ങനെ സ്റ്റാപ്ലറിൻ്റെ പിന്നിൻ്റെ ആകൃതിയിൽ നിന്നു. ബാക്കി 2 സൈഡും മണൽ മൊത്തം
അടിച്ച് വാരിക്കൊണ്ട് പോയി. ഇത് കണ്ടോ കറക്റ്റായിട്ട് കടം ഡാമിൻ്റെ നിർമ്മൽ ജില്ലയിലുള്ള കടം ഡാമിൻ്റെ ഷട്ടർ തുറക്കുമ്പോൾ വരുന്ന വെള്ളത്തിൻ്റെ കറക്റ്റ് പാത്താണ് ഇത്. ശക്തമായി ഒരു പ്രാവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷട്ടറിൻ്റെ ഡാം ഒരു പ്രാവശ്യം ബ്ലോക്കായതിന് ശേഷം വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകി അങ്ങനെ എല്ലാ ഷട്ടറും തുറക്കേണ്ടതായിട്ട് ഒക്കെ വന്നു. അതിനുശേഷം ആ വെള്ളം കുത്തി ഒഴുകി വന്നിട്ട് ഈ 2 സൈഡിലെയും മണലാണ് കണ്ടോ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് ഡാം. ഈ ഡാമിനെ കാണാനാണ് നമ്മൾ പോകുന്നത്. ഈ 2 സൈഡിലേക്കും വെള്ളം കുത്തി ഒഴുകി മണൽ മൊത്തം പോയി റോഡ് മൊത്തം ഏതാണ്ട് ഒരു 3-4-5-6 കിലോമീറ്റർ അങ്ങനെ ഈ രണ്ട് സ്ഥലത്തായി മാറി. ഇവിടെയൊക്കെ മണ്ണെടുത്തിട്ടതാണ്. പെട്ടെന്ന് തന്നെ ഈ റോഡ് വളരെ അർജൻറ്റായതുകൊണ്ട് ഉടൻ തന്നെ ഒത്തിരി JCB എല്ലാം ഉപയോഗിച്ച് മണ്ണൊക്കെ എടുത്തിട്ട് ടാർ ചെയ്ത് വീണ്ടും റെഡിയാക്കി എടുത്തതാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ അതിശയിപ്പിക്കുന്ന വളരെ കാഴ്ച ഞാൻ കണ്ടു. ചോദിച്ചു കഴിഞ്ഞാൽ ആമ്പൽ അല്ല താമരയാണ്. താമരപ്പൂ വളരെ ശക്തമായി നല്ല മുഴുത്ത താമരപ്പൂവാണ് കാണുവാൻ സാധിക്കുന്നത്. ഇത് നാച്ചുറലായിട്ടുണ്ടാകുന്നതാണ്. ഇപ്പം ഞാൻ കാണുന്നത് ഒരു കുരുവിയുടെ കൂടാണ്. വളരെ കുരുവിയുടെ കൂട് 3-4 ഇതൊക്കെ വളരെ പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാഴ്ച, മണ്ടനായൊരു കുരുവി നേരെ കൊണ്ട് കൂട് വെച്ചിരിക്കുന്നത് ലൈൻ കമ്പിയിലാണ്. ആ കുഞ്ഞിൻ്റെ ഭാവി എന്താവുമെന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല. ഇലക്ട്രിക് ലൈൻ്റെ ഉണ്ടോ പാവം, അതറിയത്തില്ലാതെ അത് 3 ഫേസ് ലൈനെ കൊണ്ടാണ് ആ കുരുവി കൂട് വെച്ചേക്കുന്നത്. എന്തായാലും ഇതുപോലെ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന കുറേ കുരുവികളുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. അത് കണ്ട് ഞാനിങ്ങനെ വറീഡായിട്ട് പിന്നെയും മുമ്പോട്ട് പോയി. ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ ഡാം സ്ഥിതി ചെയ്യുന്ന വില്ലേജിലെത്തി. ഇവിടെ നമുക്ക് തിരിഞ്ഞു പോകണം. തിരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ആ ഡാം കാണുവാൻ സാധിക്കും. ഈ പ്രാവശ്യം വലിയ മഴയൊന്നുമില്ല, എങ്കിലും വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ വെള്ളം 2 ജില്ലകളിലേക്കാണ് പോകുന്നത്. 2 ജില്ലയിലാണ് പോകുന്നത്. ഏകദേശം നിർമ്മാണ ചെലവ് 600 കോടി മുതൽ മുടക്കിയാണ്. 1958 ഈ ഡാം 1958 ഈ ഡാം ഉണ്ടാക്കി. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 31 മീറ്റർ, ഏകദേശം 102 അടി പൊക്കത്തിലാണ്. ഈ ഡാമിൻ്റെ നീളം ഏകദേശം 2051 മീറ്ററാണ്. ഓക്കെ, ഏകദേശം 6729 അടിയാണ് നമ്മൾ കാണുവാൻ പോകുന്ന ഡാമിൻ്റെ നീളം. എങ്കിലും ഇത് ഇപ്പോൾ നമ്മൾ ഇവിടെ തിരിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മുതലാണ് ആരംഭിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലും, ഈ ഡാമിൻ്റെ 2 സൈഡിലേക്കും കനാലുകളുണ്ട്. ഈ ഒരു കനാലിനാണ്ട് 76 കിലോമീറ്റർ നീളവും വേറൊരു കനാലിന് 8 കിലോമീറ്റർ നീളവുമാണ്. ശരിക്കും ഇത് അഗ്രികൾച്ചർ ആയിട്ട് റിസോർട്ടൊക്കെ ഇവിടെ പണിതിട്ടുണ്ട്. റിസോർട്ടിൽ വന്ന് നമുക്ക് താമസിക്കുകയൊക്കെ ചെയ്യാം, റൂമൊക്കെ എടുക്കാം. ചെറിയ ബോട്ടിങ്ങൊക്കെ ഉണ്ട്. അത്ര വലിയതൊന്നുമല്ല. ശരിക്കും മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡാമിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിന് വേണ്ടി വെള്ളം കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ചെറിയ ബോട്ടിങ് ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പാണ്, ചെറിയ കാറ്റും അടിക്കുന്നുണ്ട്. അവിടുന്ന് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പമ്പിങ് സ്റ്റേഷനാണിത്, പുതുതായിട്ടുണ്ടാക്കിയതെന്ന് തോന്നുന്നു. ഇതാണ് ചെറിയ തുരുത്തുകളൊക്കെ കാണാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഉൾഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ ചെമ്മരിയാട് കണ്ടോ, ഷീപ്പൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഷീപ്പൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്ന ഇതിനകത്തു നിന്നാണെന്ന് തോന്നുന്നു. വെള്ളം കുടിച്ച് പിന്നെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുങ്ങൾക്ക് രോമമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറൊക്കെ ആയി കഴിയുമ്പോഴത്തേന് രോമം ഷേവ് ചെയ്ത് കളയും. നിങ്ങൾ വാല് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഇത് ആടാണോ അഥവാ ചെമ്മരിയാടാണോ എന്ന്. പിന്നെ ഇതിനകത്ത് ഡാമിനകത്ത് കുറച്ച് ആൾക്കാർ മീനൊക്കെ വളർത്തുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. അതിൻ്റെ വാലിരിക്കുന്നുണ്ടോ, ഈ കാണുന്ന തെർമോക്കോളിലാണ് ആളുകൾ ഇതിനകത്ത് ഇറങ്ങി മീൻ പിടിക്കുന്നത്. ഓക്കെ, വലിയ വലകൾ, ഉടക്കുവലകൾ അങ്ങനെയൊക്കെ ഇട്ടൊക്കെയാണ് ഇവർ മീൻ പിടിക്കുന്നത്. വലിയ കട്ട്ല അതുപോലത്തെ മത്സ്യങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് ഇതിനകത്ത് കണ്ടുപോയത്. ഇപ്പോൾ ഞാൻ അവിടെ തിരിഞ്ഞ് ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഡാമിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു. ഇതാണ് ഡാമിൻ്റെ വാളിൻ്റെ മുകളിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ നല്ല അപാര തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പാണ്. ഇപ്പോൾ സമയം ഒരു 2:30 ആയിട്ടുണ്ടായിരിക്കും, എങ്കിലും നല്ല തണുപ്പാണ്. നല്ല കാറ്റുമുണ്ട്. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ തണുത്ത കാറ്റ് പുറത്തേക്ക് വരുമല്ലോ, അതുകൊണ്ടാണ് നമുക്ക് കാണുവാൻ നല്ല ഫീലാണ്. നല്ലൊരു അടിപൊളി വ്യൂ ആണ്. ശരിക്കും
ഇടുക്കി ഡാമിൻ്റെയൊക്കെ ഒരു ചെറിയ മലകളൊക്കെ കാണുന്നുണ്ട്. ഒരു നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഡാമിൻ്റെ ഷട്ടർ. ഞാൻ വന്നപ്പം കുറച്ച് ഒഫീഷ്യൽസുകളൊക്കെ ഡാമിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കുത്തിയൊലിച്ചാണ് പോകുന്നത്. ഇതാണ് ശരിക്കും കുത്തിയൊലിച്ച്. ആൾക്കാർ താഴെയും ചെറിയ മീൻ പിടിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ നേരെ യാത്ര തിരിച്ചു. രാത്രിയായി നമ്മൾ നേരെ ഒത്തിരി ദൂരമുള്ളതുകൊണ്ട് പിന്നെ കൂടുതലായിട്ട് അങ്ങോട്ട് പോയി തിരിച്ചു വന്ന വീഡിയോകളൊന്നും എടുത്തിട്ടില്ല. എന്തായാലും നമ്മൾ അതെല്ലാം കണ്ട് തിരിച്ച് റൂമിലെത്തുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. വീഡിയോ കണ്ടോ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും കൂടെ ചെയ്യണം. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ആ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരെണ്ണം എൻ്റെ തെലുങ്ക് ഫ്രണ്ട്സിന് വേണ്ടി തെലുങ്കിലും കേരളത്തിലാണ് ഇനി അടുത്ത വീഡിയോകളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ഭാഷയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരെണ്ണം മലയാളത്തിലും ഒരെണ്ണം തെലുങ്കിലും ചെയ്യുന്നുണ്ട്. തെലുങ്കായിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ വേണ്ടി കാണാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ ഡെസ്റ്റിനേഷൻ പ്ലേസുകളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.